കാക്കനാടിനും കളമശ്ശേരിക്കും മിഡിലായിട്ട് വലിയൊരു വില്ല പ്രോജക്റ്റിൻ്റെ ഭാഗമായി വരുന്ന ഒരു വില്ലയുടെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത്. 4 സെൻറ്റ് 620 ലാൻഡ് ഏരിയയിൽ 2100 സ്ക്വയർ ഫീറ്റിൻ്റെ 4+ ആണ്. മാത്രമല്ല ഇത് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 4.5 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. എടപ്പള്ളി പൂക്കാട്ടുപടി മെയിൻ റോഡിലേക്ക് ജസ്റ്റ് 1/2 കിലോമീറ്ററുമാണ് വരുന്നത്. മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വില്ലയുടെ എൻട്രൻസ് വരുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. ഭംഗിയുള്ളൊരു എലിവേഷനാണ് അതിന് വന്നിട്ടുള്ളത്. ബോക്സി ഡിസൈനാണ് കൂടുതലും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. മതിലിൻ്റെ പാറ്റേണും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല വീതിയുള്ള റോഡ് വരുന്നുണ്ട്. ടൈല് വിരിച്ചിരിക്കുകയാണ്. കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് വരാം. വലിയൊരു വാഹനം ഈസി ആയിട്ട് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നത് കടപ്പ കല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസും ആണ്. ഇവിടെയായിട്ട് പവർ പോയിന്റ് വരുന്നുണ്ട്. ഈ ഭാഗം വരുന്നത് വെസ്റ്റ് സൈഡാണ്. വെസ്റ്റ് സൈഡിൽ കട്ട കെട്ടി തിരിച്ചിട്ട് അതിൻ്റെ മേലെ പ്ലാന്റ്സുകൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗം വരുന്നത് നോർത്ത് സൈഡാണ്. അപ്പോൾ നോർത്ത് വെസ്റ്റ് ഭാഗമായിട്ട് വരികയും ചെയ്യും. മറ്റൊരു വാഹനവും കൂടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ മുറ്റത്ത് തന്നെയുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് മുറ്റം നിൽക്കുന്നതുകൊണ്ട് തന്നെ 2 വാഹനങ്ങൾ നമുക്ക് പുറകിലായി പാർക്ക് ചെയ്യാനുള്ള സ്പേസും ഉണ്ട്. പിന്നെ ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായി വരുന്ന വർക്കുകളാണ് ഇതെല്ലാം. UPVCയിലാണ് ചെയ്തിട്ടുള്ളത്. ടഫൻഡ് ഗ്ലാസും വരുന്നുണ്ട്. അപ്പം ഇവിടെയായിട്ടും പ്ലാന്റ്സ് കൊടുക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പ്ലാന്റ്സ് അതിൽ കൊടുത്തിട്ടുമുണ്ട്. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. ഗ്രാനൈറ്റിലാണ് സിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. കയറി വരുമ്പോൾ എൻട്രൻസിൻ്റെ മേലെയായിട്ട് ഒരു ഫാൻസി ലൈറ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനിലാണ് ഇതിൻ്റെ ഡോറ് കൊടുത്തിട്ടുള്ളത്. വെസ്റ്റിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വീടിൻ്റെ ദർശനം വരുന്നത് വെസ്റ്റിലേക്കാണ്. അകത്തേക്ക് വരാം. നല്ലൊരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ്. നല്ലൊരു ടൈൽ പാറ്റേൺ ആണ് ഇതിന് വന്നിട്ടുള്ളത്. മാത്രമല്ല ഇതൊരു ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഏരിയയാണ്. മേലെ അപ്പർ ലിവിങ് സ്പേസ് എന്നൊരു വ്യൂവും കൂടി ഉണ്ട്. ഈ കാണുന്ന സ്ലൈഡിങ് വിൻഡോസ് ആണ്. ഇതിങ്ങനെ ഹൈറ്റിലേക്ക് മേലെ പോയിരിക്കുകയാണ്. നല്ലൊരു ഡിസൈനും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ലൈറ്റ് നമുക്ക് അകത്തേക്ക് കിട്ടുന്നുണ്ട്. മനോഹരമായിട്ട് ഇവിടെ TV യൂണിറ്റ് കൊടുത്തിരിക്കുകയാണ്. സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നേരെ ഡൈനിങ്ങിലേക്ക് വരാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ ആണ്. ഭംഗിയായിട്ട് അതിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് നോർത്ത് സൈഡാണ്. 3 പാളി ജനൽ ഫുൾ പാനൽ ചെയ്തിട്ടാണ് വന്നുള്ളത്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലും കൊടുത്തിട്ടുണ്ട്. സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ലൊരു ഫാൻ വരുന്നുണ്ട്. ഇതാണ് കോക്കറി ഷെൽഫായിട്ട് വന്നുള്ളത്. ഓപ്പൺ കിച്ചണാണ്. നോർത്ത് ഈസ്റ്റ് കോർണറിലാണ് കിച്ചൺ വന്നുള്ളത്. കോക്കറി ഷെൽഫ് നല്ല ക്വാളിറ്റി ഉള്ളൊരു കോക്കറി ഷെൽഫും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കിട്ടിയിട്ടുണ്ട്. അതിന് മനോഹരമായുള്ളൊരു ഡിസൈനും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നേരെ കിച്ചണിലേക്ക് വരാം. സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ തന്നെയാണ്. ഒരു L ഷേപ്പിലാണ് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളത്. നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞു. ഈസ്റ്റിലേക്ക് നമുക്ക് പാചകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫുഡും ഹോപ്പും അറേഞ്ച് ചെയ്യാവുന്നതാണ്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫാൻ വരുന്നുണ്ട്. ഇതിൻ്റെ മേലെയും ഭംഗിയായിട്ടാണ് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുള്ളത്. വലിയൊരു ഫ്രിഡ്ജ് വെച്ചാലും കൺജസ്റ്റഡ് ആവാത്ത രീതിയിലാണ് കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന എൻട്രൻസ് വരുന്നത് നോർത്ത് സൈഡിലാണ്. അവിടെയും സ്പേസ് ഉണ്ട്. നല്ലൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസും കൂടി ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവാം. ബെഡ്റൂമിലേക്ക് പോകുന്ന എൻട്രൻസിന് സൈഡിലായിട്ടാണ് വാഷ് കൗണ്ടർ കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇനി ഇതിൽ മിറർ വരാനുണ്ട്. പില്ലർ കോക്കും വരാനുണ്ട്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. നോർത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. 10 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. ഈ ഭാഗം വരുന്നത് വെസ്റ്റ് സൈഡാണ്. ഓരോ പാളി വീതം ജനൽ വന്നിട്ടുണ്ട്. അത് നോർത്ത് സൈഡ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും ഫാനും വരുന്നുണ്ട്. കബോർഡ് ആണെന്നുണ്ടെങ്കിലും 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബാത്റൂമിലേക്ക് വരാം. സെറയുടെ ഫിറ്റിംഗ്സ് ആണ്. നല്ലൊരു പെഡസ്റ്റൽ ടൈപ്പ് വാഷ് ബേസും വന്നിട്ടുണ്ട്. ഇവിടെയായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മിററിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. സെറയുടെ ഡൈവേർട്ടർ വന്നിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ്. ഹീറ്ററിൻ്റെ പോയിന്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. താഴെ മാറ്റ് ടൈല് വിത്ത് ഗ്ലോസിയാണ്. ഫൈബർ ഡോർ തന്നെയാണ് ഇവിടെയും വന്നുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് പോവാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ 2ാമത്തെ ബെഡ്റൂമിലാണ്. ഇതിൻ്റെ നീളം വരുന്നത് 13 അടി നീളവും 12 അടി വീതിയും വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും നല്ലൊരു ഫാനും വരുന്നുണ്ട്. ഇതിൻ്റെ ജനലിൻ്റെ പാറ്റേൺ ആണെങ്കിലും ഭംഗിയുള്ളൊരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല സ്പാൻഡ് ചെയ്തിട്ടാണ് ഫുള്ള് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു വാൾഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള വാൾഡ്രോബ്സ് തന്നെയാണ്.
അപ്പം അത് 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിലും ഡ്രസ്സിംഗ് ടേബിളോട് കൂടി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഭാഗം വരുന്നത് ഈസ്റ്റ് സൈഡും ഇത് സൗത്ത് സൈഡുമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. മാറ്റ് ടൈലാണ് ഫുൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു വാഷ് ബേസും വന്നിട്ടുണ്ട്, ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, മിറർ വരാനുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ്. ഇവിടെയായിട്ടാണ് ഡൈവേർട്ടർ വന്നിട്ടുള്ളത്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്, ഹീറ്റിൻ്റെ പോയിന്റും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് ബാത്റൂം തന്നെയാണ്. പിന്നെ നമ്മൾ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് പോകുന്നത്. സ്റ്റെയറിനടിയിൽ ഇൻവെർട്ടറിനൊരു സ്പേസും കൂടി കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിനടിയിൽ ഇൻവെർട്ടറിനൊരു സ്പേസ് ഉണ്ട്. മേലേക്ക് കയറാം. ഗ്രാനൈറ്റാണ് സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത്, ഗ്രാനൈറ്റിലാണ്. ഈ കാണുന്നത് വലിയൊരു വിൻഡോയും കൂടിയാണ്. അത് വെസ്റ്റ് സൈഡിൽ സ്റ്റീലിൻ്റെ ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെപ്പ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു അപ്പർ ലിവിങ് സ്പേസ് ആണ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നൊരു വ്യൂ നമുക്ക് ലിവിങ് സ്പേസിലേക്കുണ്ട്. സ്റ്റീലിൻ്റെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ അപ്പർ ലിവിങ് സ്പേസിൽ ഒരു ടി യൂണിറ്റിൻ്റെ സ്പേസും കൂടി ഉണ്ട്. പവർ സ്വിച്ച് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വലിയൊരു ടി വി നമുക്ക് ഇവിടെ ഹാങ് ചെയ്യാവുന്നതാണ്. ഇവിടെ സോഫ സെറ്റീസ് ഒക്കെ ഇടാം. അത് നോർത്ത് സൈഡാണ്. 3 പാളി ജനലും കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂമിലേക്ക് പോവാം. പതിനാലടി നീളവും 11 അടി വീതിയാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകളും വരുന്നുണ്ട്. വലിയൊരു വാർഡ്രോബ്സ് ആണ് വന്നുള്ളത്. 3 പാർട്ടായിട്ട് തുറക്കാവുന്നതാണ്. അത് ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് ബാത്റൂമിലേക്ക് വരാം. നല്ലൊരു വാഷ് ബേസിൻ, സിംഗിൾ പീസ് ക്ലോസറ്റ്, ഡൈവേർട്ടർ, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ്. താഴെയുള്ള അതേ സെയിം പാറ്റേൺ തന്നെയാണ് വന്നുള്ളത്. നോർത്ത് വെസ്റ്റ് കോർണറിലാണ് 4ാമത്തെ ബെഡ്റൂം എന്നുള്ളത്. ഇതിൻ്റെ നീളം വരുന്നത് 11 അടി നീളവും 10 അടി വീതിയാണ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും വരുന്നുണ്ട്. ഇവിടെയായിട്ട് വാർഡ്രോബ്സ് വന്നുള്ളത് 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ വലിയൊരു വാർഡ്രോബ്സ് വന്നിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും കൂടിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഒന്ന് വരാം. ഇത് ശരിക്കും ഒരു യൂട്ടിലിറ്റി എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല, ഒരു സ്റ്റഡി റൂം തന്നെയാണ്. ഇവിടെയായിട്ട് വാട്ടർ പോയിന്റ് വരുന്നുണ്ട്, പവർ പോയിന്റ് വരുന്നുണ്ട്, അവിടെയും പവർ പോയിന്റ് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ അയൺ ടേബിളൊക്കെ ഇടാവുന്നതാണ്. നല്ലൊരു സ്റ്റഡി റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അലക്കി വിരിച്ചാൽ നമുക്ക് മേലേക്ക് വിരിക്കാനുള്ള സ്പേസും ഉണ്ട്. വിശാലമായുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയ. അത് ഡ്രസ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസും യൂസ്ഫുള്ളാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് വരാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണിയാണ്. ഓപ്പൺ ബാൽക്കണി, സ്റ്റീലിൻ്റെ ഹാൻഡിൽ വരുന്നുണ്ട്, ടഫഡ് ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആണ് ബാൽക്കണി. മനോഹരമായുള്ളൊരു വില്ലയുടെ എല്ലാ കാഴ്ചകളും കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. വലിയൊരു വില്ല പ്രോജക്റ്റിൻ്റെ ഭാഗമായി വരുന്ന മനോഹരമായുള്ളൊരു വില്ലയുടെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇത് വരുന്നത് കാക്കനാടിനോട് വളരെ അടുത്തും കൂടിയാണ്. എടപ്പള്ളി ഭാഗത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനിൽ 4 സെൻറ്റ് 620 ലാൻഡ് ഏരിയ വരുന്നത്. 2100 സ്ക്വയർ ഫീറ്റിൻ്റെ 4+ ആണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിന് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 1,10,00,000 രൂപ മാത്രമാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിളുമാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ അവൈലബിലിറ്റി ഉണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.